നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളിതൊക്കെ വെറുതെ പറയുന്നതാ കേട്ടോ. അല്ലമ്മേ, ആദ്യമോൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ബന്ധം ആലോചിച്ചാൽ മതി. കാര്യങ്ങൾ സംസാരിക്കണം. ഇവര് തമ്മിലൊന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇവനോട് പെണ്ണ് കെട്ടാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മിക്കവാറും ഞങ്ങളുടെ സംസാരം തുടങ്ങുമ്പോ ഇവൻ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ കയറും. വെയിറ്റ് ചെയ്യാനും പറയും. ആ വെയിറ്റ് ചെയ്തതിന്റെ ഇടയില് ആ പ്രോജക്റ്റ് തീർത്ത് ഇവൻ മറ്റൊന്ന് കയറിയിട്ടുണ്ടാവും. അതെ, ബിസിനസിന്റെ സ്വഭാവം അതല്ലേ. നമുക്കൊരു വളർച്ചയുള്ള സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, എടാ ഒരു 5 മിനിറ്റ് കൂടി. അച്ഛാ പറ്റില്ല, മീറ്റിങ്ങിന് ഒരുപാട് പേരുണ്ട്. അറ്റൻഡ് ചെയ്തേ പറ്റൂ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എമർജൻസി കോളുണ്ട്, അറ്റൻഡ് ചെയ്തേ പറ്റൂ. ശരി. വേറൊന്നും തോന്നരുത് കേട്ടോ. അവന്റെ കമ്പനിയുടെ ഏതോ വലിയ മീറ്റിംഗാ. ഇങ്ങോട്ട് പുറപ്പെടുമ്പോ തന്നെ അവൻ പറഞ്ഞിരുന്നു, ഏത് കണ്ടീഷനായാലും അറ്റൻഡ് ചെയ്തേ പറ്റൂ, തടസ്സമൊന്നും പറയരുതെന്ന്. ജോലിയിൽ കൃത്യത കാണിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? വിളിക്കാം. അവൻ ഞങ്ങൾക്ക് ഒറ്റ മോന. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയും കൂടി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാനാ അവന്റെ താല്പര്യം. அது நல்லா இருக்கம்மா, நல்லா இருக்கு. அல்ல, இப்ப எல்லாருக்கும் வெளிநாட்டு போன தானே பிரியா, அதுதான் இப்படி சொல்ல. എന്നാ പിന്നെ മോളെ വിളിച്ചോളൂ. അവൻ വന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചോളൂ. ഭഗവാനെ, മനസ്സറിഞ്ഞ് ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. കൊണ്ടുവയ്ക്ക. ഇനി വാ. താങ്ക്സ്. രാകേഷിന് പെണ്ണ് കാണാൻ വേണ്ടി ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടത് മോഡേൺ പെൺകുട്ടികളെയാ. പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും വിവാഹകാര്യത്തിൽ അവന്റെ തീരുമാനം ഒരു നാടൻ പെൺകുട്ടി തന്നെ വേണമെന്നാ. ഇത്രയും കാലം ഒളിപ്പിച്ച് നിർത്തി ഇപ്പൊ കൺമുന്നിൽ കൊണ്ടുവന്ന് തന്നു. എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മോളെ അവന് നല്ല ഇഷ്ടാവും. എന്ന് പറഞ്ഞാ അമ്മയ്ക്ക് ഇഷ്ടമായെന്നർത്ഥം. എന്തേ, നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? എനിക്ക് 100 വട്ടം സമ്മതം. ഇനി എങ്ങനെയാ എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ പറ്റുക? അമ്മ, ഞാൻ അകത്തേക്ക് വെക്കട്ടെ. ഇതേതാ ഈ കുട്ടി? എന്റെ മൂത്ത മോന്റെ കുട്ടിയാ. ഇവർക്കൊക്കെ മൂത്തവൻ.
എന്നിട്ട് അവരൊക്കെ എവിടെ? അവരാരും ജീവിച്ചിരിപ്പില്ല. മോൻ ഞങ്ങളുടെ കൂടെ വളരുന്നത്. പത്മമോൾക്ക് ഇവനെ വലിയ കാര്യ. അതെ, കല്യാണം കഴിഞ്ഞ് പത്മ ടീച്ചറിനെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യും? അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആദ്യമോനെ വിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താ നീ പറയുന്നത്? ഇവളിതൊക്കെ വെറുതെ പറയുന്നതാ കേട്ടോ. അല്ലമ്മേ, ആദ്യമോൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ബന്ധം ആലോചിച്ചാൽ മതി. എന്നമ്മ ഇത്? സോറി, സത്യത്തിൽ രാകേഷിനൊരു മീറ്റിംഗ് ഉണ്ടായത് നന്നായി. ഇവര് തമ്മിൽ കാണേണ്ടിയും സംസാരിക്കേണ്ടിയും വന്നില്ലല്ലോ. എന്തു പറ്റി? പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സ്ത്രീധനമൊന്നും ചോദിക്കരുതെന്ന് മനസ്സിൽ കരുതിയതുമാണ്. പക്ഷേ ഇത് ശരിയാവില്ല. ഈ കുഞ്ഞിനെ എന്തു പറഞ്ഞാ രാകേഷ് വളർത്തേണ്ടത്? ലതേ, നമുക്കിറങ്ങാം. ഇല്ല, ഇരിക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. വേണ്ട, ഇത് എത്ര സംസാരിച്ചാലും എത്ര ദൂരം പോകുന്നു നമുക്ക് ഊഹിക്കാലോ. പിന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്ന എന്തിനാ? ഞങ്ങൾ ഇറങ്ങുക. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. സുജാതയുടെ മകൻ ഒരു പെണ്ണാലോചിക്കുമ്പോ ആ പെൺകുട്ടിയുടെ കൂടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തോന്നില്ലേ? ഞങ്ങൾക്ക് ഒറ്റ മോനേ ഉള്ളൂ. ശരി, വാ. എന്താ നീ പറഞ്ഞത്? ഇതിനാണോ നീ സമ്മതം പറഞ്ഞത്? എനിക്കൊരു ജീവിതം കിട്ടുമ്പോ ആദ്യം ഞാൻ വലിച്ചെറിയണം. പറയുമേ, ആദ്യം എന്റെ കൂടെ അയക്കാതെ ജ്യോതിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റും? പറയാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.